മാച്ച് നമ്പർ 44 രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് ലക്നൗ സൂപ്പർ ജയൻസ്. രാജസ്ഥാൻ്റെ അടുത്ത എതിരാളി KL രാഹുലിൻ്റെ ലക്നൗ ആണ്. നേർക്കുനേർ പോരാട്ടത്തിൽ ആധിപത്യം രാജസ്ഥാന് തന്നെയാണ്. 4 മത്സരങ്ങളിൽ 3-ൽ രാജസ്ഥാനും 1-ൽ ലക്നൗവും വിജയിച്ചു. പോയിൻ്റ് ടേബിളിൽ ലക്നൗ 4-ാം സ്ഥാനത്തുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ CSKയെ മികച്ച ബാറ്റിങ്ങിലൂടെ പരാജയപ്പെടുത്തിയാണ് ലക്നൗ വരുന്നത്. രാജസ്ഥാൻ ടീമിൻ്റെ ബാറ്റിംഗ് തന്നെയാണ് അവരുടെ ശക്തി. ജയ്സ്വാൾ, സഞ്ജു, ബട്ട്ലർ, പരാഗ്, ഹിറ്റ്മെയർ, പവൽ ഇവരെല്ലാം തന്നെ മികച്ച ഫോമിലാണുള്ളത്. ജുറൽ മാത്രമാണ് ഫോമിലെത്താതെ അല്പമെങ്കിലും ആശങ്ക നൽകുന്നത്. രാജസ്ഥാൻ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിയാൽ ബോൾട്ട്, സന്ദീപ് ശർമ്മ എന്നിവർ മികച്ച രീതിയിൽ തന്നെയാണ് ബോൾ ചെയ്യുന്നത്. സന്ദീപ് ശർമ്മയുടെ പരിക്കിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷമുള്ള 5 വിക്കറ്റ് പ്രകടനം ടീമിനെ മൊത്തത്തിൽ ഉത്തേജിപ്പിച്ചിട്ടുണ്ട്. ആവേശ് ഖാൻ റൺസ് വഴങ്ങുന്നതും അശ്വിന് വിക്കറ്റ് നേടാൻ കഴിയാത്തതും ടീമിനെ പിന്നോട്ടടിക്കുന്നുണ്ട്. ചഹൽ മിനിമം വിക്കറ്റ് ഗ്യാരണ്ടി നൽകുന്ന താരമാണ്. പർപ്പിൾ ക്യാപ്പ് പോരാട്ടത്തിൽ മുന്നിലുമുണ്ട്. സഞ്ജു സാംസന്റെ ക്യാപ്റ്റൻസി തന്ത്രങ്ങൾ കൂടിയാകുമ്പോൾ ടീം അധികം സമ്മർദ്ദത്തിന് അടിപ്പെടില്ല. മറുവശത്ത് ലക്നൌവിൻ്റെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ് അവർക്ക് തലവേദന. തുടക്കത്തിലെ മികച്ച 2 മാൻ ഓഫ് ദി മാച്ച് അവാർഡ് നേട്ടത്തിന് ശേഷം മയാങ്ക് യാദവിന് പരിക്കേറ്റത് അവർക്ക് വലിയ തിരിച്ചടിയായി. 5 വിക്കറ്റ് നേട്ടത്തിന് ശേഷം യഷ് താക്കൂറും ഫോം മങ്ങി. മൊഹ്സിൻ ഖാനും ബിഷ്ണോയും കഴിഞ്ഞ സീസണിൻ്റെ നിഴൽ മാത്രമാണ്. കഴിഞ്ഞ മത്സരത്തിൽ മാറ്റ് ഹെൻറിയുടെ പ്രകടനം ആശ്വാസം നൽകുന്നതാണ്. സ്റ്റോയിനസിൻ്റെയും ക്രുണാലിൻ്റെയും ഓൾറൗണ്ട് പ്രകടനം ടീമിന് ആശ്വാസമാണ്. ബാറ്റിങ്ങിൽ കാര്യമായ തലവേദനകൾ ഇല്ല എന്ന് പറയാം. സ്റ്റോയിനസും നിക്കോളാസ് പൂരനുമെല്ലാം വമ്പൻ സ്കോറുകൾ പിന്തുടരാൻ മിടുക്കരാണ്. പ്രത്യേകിച്ച് CSKയെ തുടർച്ചയായി 2 മത്സരത്തിൽ പരാജയപ്പെടുത്തിയത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്.